പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുമ്പോൾ ഇന്ന് ഒക്ടോബർ 7 ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ അനുകൂലികളും എതിർക്കുന്നവരുമൊക്കെ വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്ത ദിവസം കൂടിയാണ്. ലോകമെമ്പാടും വലിയ ജാഗ്രതയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ സ്ഥാപനങ്ങളും ഒപ്പം തന്നെ ഇസ്രായേൽ എംബസിയും അടക്കം വിവിധ രാജ്യങ്ങളിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഒരു വാർത്ത എത്തുന്ന ഡെൻമാർക്കിൽ നിന്നാണ്. അവിടെ ഇസ്രായേൽ എംബസിക്ക് സമീപം വലിയൊരു സ്ഫോടനം നടന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ്. അതിനടുത്തുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് സമീപമാണ് സ്ഫോടനം നടന്നതെന്ന് ഈ ഡെൻമാർക്കിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒക്ടോബർ 1 സ്റ്റോക്ക്ഹോമിൽ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നിരുന്നു. ഇപ്പോൾ ഇതാ ഡെൻമാർക്കിലാണ് ഒരു സ്ഫോടനം. ഇതിൻ്റെ പിന്നിൽ ഇറാന് പങ്കുണ്ടാകുമെന്ന് സ്വീഡന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ സാപ്പോ പറയുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ പറഞ്ഞത് ലോകത്തെമ്പാടും തങ്ങൾക്ക് ഇസ്രായേലിൻ്റെ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ കഴിവുണ്ട് എന്നുകൂടി പറയുമ്പോൾ ഏതായാലും ഇപ്പോൾ നടന്ന ഈ അന്വേഷണത്തിനെക്കുറിച്ച് ഇപ്പോൾ ഡെൻമാർക്ക് അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 പേർ കസ്റ്റഡിയിലായ വാർത്തകളും സ്ഥിരീകരിക്കുന്നതായി പുറത്തു വരുന്നത്. ഏതായാലും ഈ ഒക്ടോബർ 7 ഒരു വലിയ യുദ്ധ മുഖത്താണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡെൻമാർക്കിൽ നിന്ന് ഇസ്രായേൽ എംബസിക്ക് നേരെ ഒരു വലിയ സ്ഫോടനം നടന്നിരിക്കുന്ന വാർത്ത. ആളുകൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യവുമല്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.